ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗോൾഡൻ ഡാലിയ എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾക്ക് ഡാലിയ പൂക്കളുമായിട്ട് സാദൃശ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഇതിൻ്റെ ഇലകൾ കാണാനും വളരെ മനോഹരമാണ്. ഏകദേശം 4-5 അടി വരെ ഉയരത്തിലൊക്കെ പോയിട്ട് നിറച്ച് പൂക്കളായിട്ട് ഇങ്ങനെ കുലകുലകളായിട്ടുണ്ടാകുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇതിന് വളരെ സെൻസിറ്റീവായിട്ടുള്ള ചെടിയാണ്. ഇതിന് നല്ല നീർവാർച്ചയുള്ള മണ്ണ് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവും. അതുപോലെ തന്നെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഇലകളിൽ പതിക്കാത്ത വിധത്തിൽ നിർത്തുന്നതാണ് നല്ലത്. എന്നാൽ അത്യാവശ്യം വെയിൽ വേണം. എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനെ പോലെ തന്നെ അത്യാവശ്യം വെയിൽ വേണ്ട ചെടി തന്നെയാണിത്. പിന്നെ ഇതിന് വിത്തുകൾ അങ്ങനെ ഉണ്ടാകാറില്ല. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വരുന്ന പുതിയ ചെടികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൂക്കളുണ്ടാകുമ്പോഴത്തേക്കും ഇപ്പം എനിക്ക് തുടക്കമായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിറച്ച് പൂക്കളിങ്ങനെ കുലകുലയായിട്ടുണ്ടാകുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ അധികം പിന്നെ കെയറിങ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് പരിചരണം കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചെടി ചീഞ്ഞു പോവും. അത് നല്ല രീതിയിൽ കെയർ വേണ്ട ഒരു ചെടി തന്നെയാണിത്. വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരും. സീസൺ ഇല്ലാതെ തന്നെ പൂക്കൾ തരുന്നതായിട്ടാണ് അനുഭവം. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വരിയായിട്ടൊക്കെ നിർത്താനായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ.